ചില ക്ലയൻസിനോട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാം. അത് ക്ലിയർ, അവർ റെഡി ആട്ടോ. കാര്യം ആ പെർസ്പെക്റ്റീവിൽ ആരും തന്നെ അദ്ദേഹത്തിനോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് സത്യം. മിക്കപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ, സ്പെഷ്യൽ 40യുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ വരും. ആ കുട്ടികളെ നമ്മൾ ഒരു മാസം പഠിപ്പിക്കുമ്പോഴേ നമുക്ക് കുട്ടികളായിട്ട് സംസാരിച്ച് മനസ്സിലാകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആർക്കൊക്കെ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ട് അല്ലേ. 10, 23, 22 വയസ്സുള്ള കുട്ടികളോട് നമ്മൾ പറയണം, മോനെ നിനക്ക് ചെറിയൊരു ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ട് എന്ന് പറയുമ്പം അവൻ പറയും, സാറേ എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്ന്. കാരണം അവനോട് ആരും പറയാത്തത് ദാറ്റ് ഡസൻറ്റ് മീൻ ഐ ഷുഡ് നോട്ട് സേ നോ. കണ്ടാൽ പറയണം. അതിപ്പോൾ ക്ലയൻ്റ് ആയാലും പറയണം, കുട്ടികളായും പറയണം. പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമുക്ക് പൈസ തരുന്നത്, കൺസൾട്ടേഷൻ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം അതുപോലെ പറയണം. കൂടെ നടക്കുന്ന ഒരു എംപ്ലോയിയും പറയത്തില്ല. വൈഫ് പറയോ? വൈഫ് വേറെ കാര്യം പറയും, പക്ഷേ കമ്പനിയെ പറ്റി പറയും. കാരണം അറിഞ്ഞല്ലോ, നമുക്ക് പലപ്പോഴും ഒരു ക്ലയൻറ്റിന് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പറ്റിയ ഒരു പാർട്ട്ണർ ഇല്ല എന്നുള്ള സത്യം ഓണ്ടർപ്രണർക്ക്. എൻ്റെ വിഷനും എൻ്റെ ഡയറക്ഷനും എൻ്റെ പ്ലാനും സംസാരിച്ചിട്ട് കൗണ്ടർ ചെയ്തിട്ട് അതേ വേവ് ലെങ്ത്തിൽ എന്നെ കൗണ്ടർ ചെയ്യണോ, എന്നെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു ബിസിനസ് ഓണർക്ക് ഒരു പാർട്ട്ണർ ഇല്ല. അതാണ്, എല്ലാവരും ഒറ്റയ്ക്കാണ്. ശനിയാഴ്ച ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ ഓണർ ഒറ്റയ്ക്കാണ്. Fintaxman, the mentor your business needs.